ഒരു ബ്ലൂ വെയിൽ, ഒരു നീലത്തിമിംഗലം 4 ടണ്ണ് ഭക്ഷണം കഴിക്കുന്ന ഒരു ദിവസം. 4 ടണ്ണ് ഭക്ഷണം, 4000 കിലോ ഭക്ഷണം ഒരു ദിവസം കഴിക്കുന്നതാണ്. ഏകദേശം ഹ്യൂമൻ സർവൈലൻസിൽ തന്നെ 25,000-ഓളം നീലത്തിമിംഗലങ്ങൾ പെട്ടിട്ടുണ്ട്. ലോകത്തിന്റെ പല സമുദ്രങ്ങളിലായിട്ട് 25,000-ഓളം നീലത്തിമിംഗലങ്ങൾ ഹ്യൂമൻ സർവൈലൻസ് തന്നെ പെട്ടിട്ടുണ്ട്. നോക്ക്, ഒരു ദിവസം 10 കോടി കിലോ ഭക്ഷണം നീലത്തിമിംഗലത്തിന് മാത്രം വേണം. ആരാ കൊടുക്കുന്നത്? മനുഷ്യന്റെ ടെക്നോളജിയാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് പടച്ചോ കൊടുക്കാണ്? 10 കോടി കിലോ ഭക്ഷണം നീലത്തിമിംഗലത്തിന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ നാട്ടില് പൂർണ്ണ വളർച്ചയ്ക്കൊരു മുതല, ആ മുതല ഒറ്റയടിക്ക് 23 കിലോ ഭക്ഷണം കഴിക്കും. 23 കിലോ മാംസം പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മുതല ഒറ്റയടിക്ക് കഴിക്കും. എത്ര ലക്ഷക്കണക്കിന് മുതലകളുണ്ട്. ഈ മുതലകൾക്ക് മുഴുവൻ തിന്നാൻ കൊടുക്കുന്ന ആരാണ്? ഈ മുതലകൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുന്ന ആരാണ് പ്രിയപ്പെട്ടവരെ? പൂർണ്ണ വളർച്ചെത്തിയ പാണ്ടല്ലോ, പാണ്ട നമ്മൾ കാണുന്ന ക്യൂട്ട് പാണ്ടുണ്ടല്ലോ, പുറത്തിങ്ങനെ വെള്ളയും കറുപ്പൊക്കെ ആയിട്ട് നല്ല കാണാൻ നല്ല രസമുള്ള ആ പൂർണ്ണ വളർച്ചെത്തിയ ഒരു പാണ്ട ഒറ്റയടിക്ക് 18 കിലോ ഭക്ഷണം കഴിക്കും ഒരു ദിവസം. 18 കിലോ ഭക്ഷണം. എത്ര ലക്ഷക്കണക്കിന് പാണ്ടകളുണ്ട്. ഇവറ്റകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് ആരാണ് പ്രിയപ്പെട്ടവർ? അതുപോലെ തന്നെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആഫ്രിക്കൻ ആന ഒരു ദിവസം 136 കിലോ ഭക്ഷണം കഴിക്കുന്നു. 136 കിലോ. 4.5 ലക്ഷത്തോളം ആഫ്രിക്കൻ ആനകൾ മനുഷ്യന്റെ കണക്കിൽ തന്നെ പെട്ടിട്ടുണ്ട്. ഏകദേശം 61 കോടി കിലോ ഭക്ഷണം ആഫ്രിക്കൻ ആനക്ക് മാത്രം വേണം. ആരാ ഇത് നട്ട് നനച്ചുണ്ടാക്കുന്നത്? ആരാ ഇത് കൊടുക്കുന്നത്? മനുഷ്യൻ പോയിട്ട് വെള്ളം വെച്ചിട്ടാണോ ആഫ്രിക്കൻ ആനകൾക്ക് ഭക്ഷണം കിട്ടുന്നത്? നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയാൻ, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തുആമി, മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ. അന്നാ സബബനൽ മാഅ സബ്ബാ, എപ്രകാരമാണ് നാം മഴയെ വർഷിപ്പിച്ചത്. എന്നിട്ട് എപ്രകാരമാണ് ഭൂമിയിൽ സൂക്ഷ്മമായ വിള്ളലുകൾ ഞാൻ ഉണ്ടാക്കിയത്. എന്നിട്ട് ഒരുപാട് ധാന്യങ്ങൾ, എത്ര ടൺ കണക്കിന്, ട്രില്യൺ കണക്കിന്, ബില്യൺ കണക്കിന് ചോറും അരിയുമാണ് മനുഷ്യൻ മാത്രം കഴിക്കുന്നത് പ്രിയപ്പെട്ടവരെ. നാമാണ് ആ ധാന്യത്തെ മുളപ്പിച്ചുണ്ടാക്കുന്നത്. പഴവർഗ്ഗങ്ങളും മുന്തിരികളും, ഈത്തപ്പഴങ്ങളും അതുപോലെ തന്നെ സൈത്തൂനുമെല്ലാം, ഇടതൂർന്ന തോട്ടങ്ങളും, പുൽമേടുകളും പഴവർഗ്ഗങ്ങളും എല്ലാം എന്തിനു വേണ്ടിയാണത്? നിങ്ങൾക്കും കന്നുകാലികൾക്കും ഭക്ഷണമായിക്കൊണ്ട് ഈ കണ്ട സാധന സാമഗ്രികളും പച്ചക്കറി പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും പുൽമേടുകളും മേച്ചിൽപ്പുറങ്ങളും എല്ലാം ഉണ്ടാക്കുന്നവൻ, സംവിധാനിക്കുന്നവൻ, നൽകുന്നവൻ നാമാണ്. അള്ളാഹുവിന്റെ മാത്രം പ്രൊപ്രൈറ്റർഷിപ്പാണ്. അത് ഒരാൾക്കും കൈകടത്താൻ പറ്റൂല പ്രിയപ്പെട്ടവർ. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം മാത്രം ഒറ്റ ദിവസം മനുഷ്യൻ 19 മുതൽ 20 കോടി വരെയുള്ള ചിക്കൻ കഴിക്കുന്നുണ്ട് ലോകത്ത്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം. നമ്മുടെ നാട്ടുപുറങ്ങളിലെ ചെറിയ ചെറിയ ഫാമുകളൊന്നും ഈ കണക്കിൽ പെടൂല.